അരമണിക്കൂറിൽ 350 കിലോമീറ്റർ. വിമാനത്തേക്കാൾ ഇരട്ടി വേഗത്തിൽ യാത്ര. മിനിറ്റുകൾ കൊണ്ട് കിലോമീറ്ററുകൾ താണ്ടാനാകുന്ന ഹൈപ്പർ ലൂപ്പ് ഗതാഗത സംവിധാനം ഒടുവിൽ ഇന്ത്യയിലും യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഇതിനായി റെയിൽവേയുടെ സഹായത്തോടെ 422 മീറ്റർ നീളത്തിലുള്ള ഇന്ത്യയിലെ ആദ്യ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് ഒരുക്കിയിരിക്കുകയാണ് മദ്രാസ് IIT. ഹൈപ്പർ ലൂപ്പ് ട്രാക്കിലൂടെ വെറും 30 മിനിറ്റിനുള്ളിൽ 350 കിലോമീറ്റർ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നതാണ് പ്രത്യേകത. അതായത് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ വെറും 1 മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരാൻ സാധിക്കും. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ടെസ്റ്റ് ട്രാക്ക് ഒരുക്കിയെന്നുള്ള കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. രാജ്യത്ത് 410 മീറ്റർ ദൂരത്തിൽ ഹൈപ്പർ ലൂപ്പ് ട്രാക്ക് ടെസ്റ്റ് റൺ നടത്താൻ സജ്ജമായതായാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ധനസഹായത്തോടെ മദ്രാസ് IITയുടെ ഡിസ്കവറി ക്യാമ്പസിലാണ് 422 മീറ്റർ നീളമുള്ള ട്രാക്ക് ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തെ ആദ്യ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രാക്ക് എന്ന സവിശേഷത കൂടി ഈ ഒരു ട്രാക്കിനുണ്ട്. മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന സാങ്കേതിക വിദ്യയാണ് ഹൈപ്പർ ലൂപ്പിന് പിന്നിൽ. താഴ്ന്ന മർദ്ദത്തിലുള്ള ട്യൂബുകളിലൂടെ കാന്തിക ശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണിത്. വായുമർദ്ദം കുറഞ്ഞ ഒരു കുഴലിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഹൈപ്പർ ലൂപ്പ്. വായു വലിച്ചെടുത്ത ശേഷം മർദ്ദം കുറഞ്ഞു നിൽക്കുന്ന ഈ കുഴലിൽ സ്റ്റീൽ ട്യൂബുകൾ സ്ഥാപിക്കും. പിന്നീട് കുറഞ്ഞ മർദ്ദത്തിലുള്ള വായു നിറഞ്ഞ ഈ കുഴലിലൂടെ കാന്തിക ബലത്തിന്റെ സഹായത്തോടെ യാത്രക്കാർക്കുള്ള പോഡ് തള്ളി നീക്കപ്പെടുന്നു. ട്രെയിനുകളിലെ ബോഗിക്ക് സമാനമായ ചെറിയ ക്യാപ്സൂൾ രൂപത്തിലുള്ള വാഹനമാണ് പോഡ്. ട്യൂബിന്റെ ഘർഷണരഹിതമായ ചലനം മണിക്കൂറിൽ 1200 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ പോഡിനെ സഹായിക്കുന്നു. എന്നാൽ ഇന്ത്യൻ റെയിൽവേയുടെ ഹൈപ്പർ ലൂപ്പ് സംവിധാനത്തിലെ പരമാവധി വേഗത മണിക്കൂറിൽ 600 കിലോമീറ്റർ ആയിരിക്കും. ഇത് പിന്നീട് 1200 കിലോമീറ്റർ വരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യമിടുന്നത്. പരീക്ഷണ ഘട്ടത്തിൽ 100 കിലോമീറ്റർ വേഗതയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഹൈപ്പർ ലൂപ്പ് ഗതാഗത സംവിധാനത്തിൽ ക്യാപ്സൂൾ ആകൃതിയിലുള്ള ട്രെയിൻ സർവീസ് ആയിരിക്കും ഉണ്ടാവുക. ഇതിലൂടെ ആളുകളെയും ചരക്കും വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാം എന്ന് മാത്രമല്ല, ഊർജത്തിന്റെ ചെലവ് വളരെ കുറവുമായിരിക്കും. വിമാനത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാമെന്നതും വൈദ്യുതി ഊർജമായി ഉപയോഗിക്കാൻ സാധിക്കുമെന്നതും ഹൈപ്പർ ലൂപ്പ് ഗതാഗത സംവിധാനത്തിന്റെ മറ്റൊരു ഗുണമാണ്. ദീർഘദൂര യാത്രകൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു അതിവേഗ ഗതാഗത സംവിധാനമായാണ് ഹൈപ്പർ ലൂപ്പിനെ വിശേഷിപ്പിക്കുന്നത്. ഹൈപ്പർ ലൂപ്പ് ഗതാഗത സംവിധാനത്തിൽ കൂട്ടിയിടി പോലുള്ള അപകടങ്ങൾക്കുള്ള സാധ്യത ഇല്ലെന്നാണ് മറ്റൊരു പ്രത്യേകത. കൂടാതെ പ്രതികൂല കാലാവസ്ഥയിലും യാത്ര ചെയ്യാനും സാധിക്കും. ബുള്ളറ്റ് ട്രെയിനുകളേക്കാൾ വേഗത കൂടിയവയാണ് ഹൈപ്പർ ലൂപ്പ് ട്രെയിനുകൾ. ഇതിലൂടെ വിദൂര നഗരങ്ങളെ വരെ മിനിറ്റുകൾക്കുള്ളിൽ ബന്ധിപ്പിക്കാൻ സാധിക്കും. ആദ്യ ഹൈപ്പർ ലൂപ്പ് ട്രെയിൻ മുംബൈയിൽ നിന്ന് പൂനെയിലേക്കായിരിക്കും സഞ്ചരിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. തുടക്കത്തിൽ മണിക്കൂറിൽ 360 കിലോമീറ്റർ ആയിരിക്കും വേഗതയെന്നാണ് റിപ്പോർട്ട്. അതേസമയം വിമാനത്തിന്റെ നിരക്കുകൾക്ക് സമാനമായിരിക്കും ഹൈപ്പർ ലൂപ്പ് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരിക. തുടർച്ചയായി യാത്ര ആസ്വദിക്കാം എന്നതാണ് ഹൈപ്പർ ലൂപ്പ് ട്രെയിനിന്റെ മറ്റൊരു പ്രത്യേകത. ഒരു പോഡിൽ ഒരേ സമയം 24 മുതൽ 28 ആളുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും. 2013 ഇലോൺ മസ്ക് ആണ് ഹൈപ്പർ ലൂപ്പ് എന്ന ആശയം അവതരിപ്പിച്ചത്. 2 ഘട്ടമായിട്ടായിരിക്കും ഇന്ത്യയിൽ ഹൈപ്പർ ലൂപ്പ് പദ്ധതി നടപ്പാക്കുക.